എന്റെ വീടാണ് കാണുന്ന ആ ജീപ്പ് ഇരിക്കുന്നില്ല, ജീപ്പിരിക്കുന്ന വീട്. അതിന്റെ വീട് ഇദ്ദേഹത്തിന്റെ. ഇവിടെ എത്ര വീടുകൾ ഫുള്ളായിട്ട് തകർന്നു? നമുക്ക് ഈ ഒരു ഉരുൾപൊട്ടിയ പ്രദേശത്ത് മാത്രമായിട്ട് നമുക്ക് 14 വീട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും, നമുക്ക് ഐഡന്റിഫൈ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഭാഗികമായിട്ട് ഇവിടെ നഷ്ടപ്പെട്ട വീടുകൾ, അതായത് 9 വീടോളം. അത് ഞാൻ ഈ ഒരു ഏരിയ മാത്രമാണ് ഞാൻ പറയുന്നത്, ഇവിടെ മാത്രമായിട്ട്. വെലങ്ങാട് ഫുള്ളായിട്ട് ഈ ഒരു എത്ര വീടുകൾ വരുന്ന പറയുന്നത്? വെലങ്ങാട് ഫുള്ളായിട്ട് നമുക്ക് ഏകദേശം 50ഓളം വീടുകൾ, 50ഓളം വീടുകൾ നമുക്ക് ഇത് പൂർണ്ണമായിട്ടും അല്ലാണ്ട് ഭാഗികമായി പോയ വേറെ ഉണ്ടാവും. ഭാഗികമായിട്ട് നഷ്ടപ്പെട്ട വീടുകളും അതുപോലെ നമുക്ക് ഉപയോഗശൂന്യം, അതായത് ഇനി തിരിച്ചുപോയി താമസയോഗ്യമല്ലാത്ത വീടുകൾ നമുക്ക് വേറെയുമുണ്ട്. സംഭവം നടക്കുന്ന വീടുണ്ട്. സംഭവം നടക്കുമ്പോൾ ഞാനിവിടെ ഉണ്ട്. കുറച്ച് 1:10 എക്സാക്ട് ടൈം പറയുകയാണെങ്കിൽ 1:10 ഞാൻ വീട്ടിലിരിക്കുമ്പോൾ നല്ല ചെളിയുടെ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ഒരു സൗണ്ടും കിട്ടും. അപ്പം ചെളിയുടെ സ്മെല്ല് കേട്ടിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ലൈറ്റ് ഇട്ട് ഇവിടേക്ക് ഇറക്കി വന്നു. അപ്പോൾ ഇവിടെ ഒരു മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട്, ഒരു കുരിശുപള്ളി ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഇവിടെ 2 കടകൾ, അവിടെ ഒരു വായനശാല, നമ്മുടെ ഇവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഇട്ടു. അതുപോലെ